കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കട്ടെ. സങ്കീർത്തനങ്ങൾ 58 അതിൻ്റെ 10-ാമത് വാക്യം. നീതിമാൻ പ്രതിക്രിയ കണ്ടാനന്ദിക്കും, അവൻ തൻ്റെ കാലുകളെ ദുഷ്ടന്മാരുടെ രക്തത്തിൽ കഴുകും. ഈ വാക്യങ്ങൾക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. വളരെ അനുഗ്രഹീതമായൊരു ചിന്തയിലേക്കാണ് ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളുടെ ശ്രദ്ധയെത്തിയിരിക്കുന്നത്. തിരുവചനം ശ്രദ്ധിക്കുമ്പോൾ പ്രത്യേകിച്ച് 58-ാം സങ്കീർത്തനത്തിലേക്ക് നമ്മൾ കടന്നു വരുന്ന സമയത്ത് നശിപ്പിക്കരുത് എന്ന രാഗത്തിൽ ദൈവത്തിൻ്റെ ദാസനായ ദാവീദ് രചിച്ച അനുഗ്രഹീതമായ ഒരു ഗാനമാണ്, സങ്കീർത്തനമാണ് നമ്മൾ ഇന്ന് പ്രഭാതത്തിൽ അതിലൊരു വാക്യമാണ് വായിച്ച് കേൾപ്പാൻ തക്കവണ്ണം ഇടവന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചിന്തയാണ് അതല്ലേ, നീതിമാൻ പ്രതിക്രിയ കണ്ട് ആലോചിക്കുക. എന്താണ് ഈ പ്രതിക്രിയ എന്നുള്ള വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്? ക്രിയ, പ്രതിക്രിയ. അപ്പോൾ പ്രവർത്തികൾക്ക് ബദൽ ഇല്ലെങ്കിൽ എതിരെ പ്രവർത്തിക്കുക എന്നുള്ള ചിന്തകൾ അതിനകത്തുണ്ട്. വളരെ ശ്രദ്ധിക്കുക. അപ്പോൾ ദാവീദിന്റെ ജീവിതത്തിന് വിരോധമായിട്ട് പല ക്ലേശങ്ങൾ കടന്നു വരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് അല്ലേ. മനുഷ്യരാലാണ് അനേക ക്ലേശങ്ങൾ ദാവീദിന്റെ ജീവിതത്തിൽ അനുഭവിച്ചത്. നമുക്കറിയാം, പഴയ നിയമത്തിൽ ഒക്കെ നമ്മൾ ശ്രദ്ധിക്കപ്പെടുന്ന സമയത്ത് അമാനുഷിക ശക്തി അല്ലെങ്കിൽ പൈശാചിക ശക്തിയുടെ വ്യാപാരങ്ങൾ ഉണ്ടായിരുന്നു എങ്കിലും കൂടുതലും നമ്മൾ വേദപുസ്തകം പഠിക്കുമ്പോൾ പഴയ നിയമം ശ്രദ്ധിക്കുന്ന സമയത്ത് വ്യക്തികൾ, യുദ്ധങ്ങൾ, രാജാക്കന്മാർ, ശത്രു രാജ്യങ്ങൾ, ഇങ്ങനെയൊക്കെ ദൈവമക്കൾക്കെതിരെ അല്ലെങ്കിൽ ഇസ്രായേൽ ജനത്തിനെതിരെ കയറി വന്ന തലങ്ങളെ നമുക്ക് കാണുവാൻ തക്കവണ്ണം ഇടവരുന്നുണ്ട്. അവിടെ തന്നെ നമ്മൾ ശ്രദ്ധിക്കുക, അവിടെ എല്ലാം ദൈവം പ്രതിക്രിയ നടത്തി രക്ഷിക്കുകയാണ് അല്ലേ. അത് ഏതെങ്കിലും വിധത്തിൽ സ്തോത്രം ദൈവം ഇസ്രായേൽ ജനത്തെ രക്ഷിക്കുന്നതായിട്ട് നമ്മൾ തിരുവചനത്തിലൂടെ ശ്രദ്ധിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നുണ്ട്. ഇവിടെ പറയുന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക, നീതിമാൻ പ്രതിക്രിയ കണ്ട് ആനന്ദിക്കും. നമുക്കറിയാം, ഒന്നിൽ കൂടുതൽ വട്ടം, പലവട്ടം, ഒന്നിൽ കൂടുതൽ എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, പല ആവർത്തി പല സാഹചര്യങ്ങളിൽ ദാവീദ് എന്ന ദൈവമനുഷ്യനെ കൊല്ലുവാൻ തക്കവണ്ണം ശൗല് തക്കം പാർത്തിരുന്ന ഇല്ലെങ്കിൽ അതിനുവേണ്ടി സ്തോത്രം കച്ചകെട്ടി പുറപ്പെട്ടൊരു മനുഷ്യനാണ് ശൗല്. എന്നാൽ ഒരിക്കൽ പോലും ദാവീദിന്റെ രോമത്തിൽ തൊടുവാൻ ആർക്ക് കഴിഞ്ഞില്ല, അല്ല സ്തോത്രം ശൗലിന് കഴിഞ്ഞിട്ടേ ഇല്ല. എന്നാൽ ശൗലിനെ കൊല്ലാൻ ദാവീദിന്റെ മുമ്പിൽ അവസരങ്ങൾ പലത് കിട്ടിയിട്ടും ദാവീദ് ശൗലിനെ കൊന്നുമില്ല. നിങ്ങൾ രണ്ട് ശ്രദ്ധിക്കണം. ഒന്ന്, കൊല്ലുവാൻ അവസരം കിട്ടിയിട്ടും ദാവീദിനെ കൊല്ലുവാൻ ശൗലിന് കഴിഞ്ഞില്ല. എന്നാൽ അത് സ്തോത്രം അവസരം കിട്ടിയിട്ടും കൊല്ലാതിരുന്നതാണ് അത് ശൗലിനെ ദാവീദ് ചെയ്തത്. സ്തോത്രം അല്ലേ. പല ആവർത്തി ദാവീദിന്റെ മുമ്പിൽ കൊല്ലുവാൻ തക്കവണ്ണമുള്ള തരത്തിൽ സ്തോത്ര ശൗല് വന്നു നിൽക്കുമ്പോഴും നീതിമാന്റെ മേൽ കൈവയ്ക്കരുതെന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന ദാവീദിനെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. എന്തായിരുന്നു? ദൈവത്താൽ അവൻ ആഗ്രഹിച്ചൊരു കാര്യം, ഞാൻ കൊല്ലുന്നതിനേക്കാൾ ഇല്ലെങ്കിൽ ഞാൻ അവനെ നശിപ്പിക്കുന്നതിനേക്കാൾ ദൈവം ആ കാര്യം കൈകാര്യം ചെയ്യുന്നതായിരിക്കും നല്ലത് എന്ന് ചിന്തിച്ച ദാവീദിനെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. നമ്മുടെ ജീവിതത്തിന്റെ മുമ്പിൽ ഒരുപക്ഷെ മാനുഷികമാകാം, അമാനുഷികമാകാം, ശൂന്യതകളോ പ്രയാസങ്ങളോ പ്രതിസന്ധികളോ കടത്തിവിടുന്ന മനുഷ്യർ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം. എന്നാൽ ഇന്ന് പ്രഭാതത്തിൽ നീതിമാനെ സംബന്ധിച്ചിടത്തോളം നീ നിശ്ചയമായി പ്രതിക്രിയ കണ്ട് ആനന്ദിക്കും. എന്താണ് അർത്ഥം? ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ദാവീദിന്റെ ജീവിതത്തിൽ ശത്രുവായി പ്രഖ്യാപിക്കപ്പെട്ട ദാവീദിനെ കൊല്ലുവാൻ നിന്ന ശൗലിന്റെ കാര്യത്തിൽ ദൈവമാണ് പ്രതിക്രിയ നടത്തി രക്ഷിപ്പാൻ തക്കവണ്ണം ഇടവന്നതെങ്കിൽ വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ പലതരത്തിലുള്ള ശത്രുക്കൾ സ്തോത്രം ദാവീദിനെതിരെ കടന്നു വന്നിട്ടുണ്ട്. അവിടെയെല്ലാം ദൈവം ദാവീദിനെ രക്ഷിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ തക്കവണ്ണം ഇടവരുന്നുണ്ട്. വേദപുസ്തകത്തിൽ ആകമാനം പരിശോധിച്ചാൽ ദൈവത്തിന്റെ മക്കൾക്കെതിരെ അല്ലെങ്കിൽ നീതിമാനെതിരെ ശക്തമായ പ്രതിസന്ധികൾ, പിശാച്, ലോകം, സാത്താന്യ മണ്ഡലങ്ങൾ അഴിച്ചുവിടുമ്പോൾ അതിന്റെ നടുവിൽ നിന്ന് കർത്താവ് തന്റെ കരം നീട്ടി ദൈവത്തിന്റെ ഭക്തന്മാരെ രക്ഷിപ്പാൻ തക്കവണ്ണം ഇടവന്നു എന്നുള്ളത് വസ്തുതയാണെങ്കിൽ സ്തോത്രം. ഒരു കാര്യം ദൈവമക്കൾ ചിന്തിക്കുക, നീതിമാൻ ചിന്തിക്കുക, നിനക്ക് വേണ്ടി പ്രതിക്രിയ നടത്തി രക്ഷിക്കുന്ന ഒരു ദൈവം നമുക്ക് വേണ്ടി ഉയരത്തിലുണ്ട് എന്നുള്ള കാര്യം മറക്കരുത്. ദൈവത്തിന്റെ പ്രവൃത്തി ആ തലത്തിൽ നമ്മുടെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ടു വരുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. യോസേഫ് എന്ന മനുഷ്യനെ കൊല്ലുവാൻ തന്റെ സഹോദരന്മാർ ആവുന്നത്ര ശ്രമിച്ചല്ലേ. എന്നാൽ സ്തോത്രമല്ലേ, പാപ്പന്റെ അടുക്കൽ വന്ന് മരിച്ചു എന്ന് പറയുമ്പോൾ പോലും യോസേഫിനെ കർത്താവ് ജീവനോടെ കാത്തു. സ്തോത്രമല്ലേ. തിരിച്ച് പ്രതികാരം ചെയ്യാൻ അവസരം യോസേഫിന്റെ മുമ്പിൽ ഉണ്ടായിരുന്നിട്ടും അത് ചെയ്യാതെ സ്തോത്രം ഹല്ലേലൂയ
ദൈവത്തിൻ്റെ ക്രിയയ്ക്കായി, ദൈവത്തിൻ്റെ പ്രവർത്തിക്കായി വിട്ടുകൊടുക്കുന്ന യോസേപ്പിനെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നല്ല സ്തോത്രമല്ലേ, നീ ദൈവത്തിൻ്റെ പൈതലാണെങ്കിൽ, നീ ഒരു നീതിമാനാണെങ്കിൽ, നിനക്കെതിരെ നിൽക്കുന്ന ശത്രുവിനെ കൈകാര്യം ചെയ്യുന്ന ഒരു ദൈവം നമ്മുടെ മുൻപിൽ വെളിപ്പെട്ടു വരും. കാര്യം അതുകൊണ്ട് തിരുവചനം പറയുന്നുണ്ട്, പ്രതികാരം യഹോവയ്ക്കുള്ളത്, യഹോവ പകരം ചെയ്യുവാൻ തക്കവണ്ണം ഇടവരട്ടെ. അതിനുവേണ്ടി ദൈവം നമ്മളെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഈ സന്ദേശത്തിനാണ് നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഒരിക്കൽ കൂടെ ദൈവത്തിൻ്റെ പാതപിടിയായിരിക്കാൻ ദൈവം ഇടവരുത്തിയതിനാൽ നന്ദി. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരുന്നു. അവിടുത്തെ ചെറുകടിയിൽ ഞങ്ങളെ മറച്ചാട്ട് ദൈവശക്തി അവിടെ നിന്ന് ഞങ്ങൾക്കായി വെളിപ്പെടുത്തണം. ഈ സന്ദേശം അനേക ആയിരങ്ങൾക്ക് പ്രയോജനകരമാകുവാൻ സ്വർഗ്ഗം ഇടവരുത്തും. മഹത്വം അങ്ങേക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.